ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്കൊരു പ്രഭാതം കൂടി ദാനമായി തന്നതിന് നമുക്ക് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പിയ ലേഖനം 4:4 പറയുന്നു, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ. അതെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയാലും അപേക്ഷകളാലും നിങ്ങളുടെ യാചനകളെല്ലാം ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാം. നമ്മൾ കർത്താവിൻ്റെ മക്കളാണെങ്കിൽ അവകാശികളാണ്. ആ അവകാശബോധ്യത്തോട് നമുക്ക് ചെല്ലാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഇന്ന് എൻ്റെ അലൻ മോൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ മക്കളെയും അവനോടൊപ്പം ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ചെറുമോനാണ് അലൻ. അവൻ്റെ ബർത്ത്ഡേ ആണ്. അവനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും ദൈവത്തിൻ്റെ സ്നേഹവും അതിപരിശുദ്ധമായ മഹത്വവും അവനിൽ പ്രകടമാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിലായിരിക്കാം. യേശു തരുന്ന സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാം. ദൈവം ഒരുവനേ ഉള്ളൂ. ഹല്ലേലൂയ. ആകാശത്തിന് മുകളിൽ ഭൂമിക്ക് താഴെ ഏക നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ, യേശു എന്ന നാമം. ആ നാമത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരുവനിലും രക്ഷയില്ല. ഹല്ലേലൂയ. യേശുവിൽ മാത്രമാണ് രക്ഷ. ആ രക്ഷകനെ നമുക്ക് മുറുകെ പിടിക്കാം. രക്ഷകൻ്റെ നാമത്തിൽ നിലനിൽക്കാം. ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ മക്കളായി നമുക്ക് മുന്നേറാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് തരുന്ന എല്ലാ നന്മകൾക്കും നന്ദിയോട് സ്തോത്രം ചെയ്യാം. ദൈവത്തെ എന്നും നമ്മൾ ആരാധിക്കുന്ന മക്കളായി മാറണം. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്ന അതാണ്, കർത്താവിനെ ആരാധിക്കണം. നമ്മുടെ ഏത് പ്രതിസന്ധികളിലായാലും നമ്മൾ കർത്താവിനെ ആരാധിക്കണം. ദൈവം നമ്മുടെ സമീപസ്ഥനാണ്, ദൂരെയൊന്നുമല്ല, നമ്മുടെ അടുത്ത് തന്നെയുണ്ട് യേശു. ഹല്ലേലൂയ. ലോകത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവ് സൃഷ്ടിച്ചതാണ്. കർത്താവിൻ്റെ സൃഷ്ടിയാണ്. എല്ലാ മനുഷ്യർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായി ദൈവത്തെ അറിയുന്ന ദൈവജനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവവും സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടും നമുക്ക് നിലനിൽക്കുവാൻ സാധ്യമല്ല. പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഗോപുരം. ഹല്ലേലൂയ. ഒരു മലയേക്കാൾ ഉയർന്നതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയും, പ്രസംഗിക്കുന്നവനെ ലോകം അറിയും. അത് സത്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയിൽ വളരാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഇരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ ആ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കും. നിങ്ങളുടെ എല്ലാ നന്മകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളോടൊപ്പം നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആകാശവും ഭൂമിയും അവയിലുള്ള എല്ലാം സൃഷ്ടിച്ച സ്വർഗീയ പിതാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം, വിശദീകരിക്കണമേ. അവർക്ക് ആവശ്യമായ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ വചനം കേൾക്കുന്ന എല്ലാവരോടൊപ്പം ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹം കൊണ്ട് നിങ്ങളെല്ലാം മൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളോട് പെരുമാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവ് എല്ലാവരെയും ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.